അതെ, നമുക്ക് കോട്ടയം സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു മീൻ പൊള്ളിച്ചതായാലോ? അപ്പം മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിലോപ്പിയ എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല വെട്ടി വൃത്തിയാക്കി എടുക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലോട്ടും മീൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഉപ്പ് ചേർത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കില്ലാന്ന്. അപ്പോൾ ഏത് സ്ഥലമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മീൻ വെട്ടിയെടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ കല്ലുപ്പോ പൊടിയുപ്പോ ചേർത്തിട്ട് മീൻ നന്നായിട്ട് വൃത്തിയാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ഉളുമ്പ് മാറത്തില്ല. കൊടുത്ത് ഇത്തിരി നാരങ്ങാനീരോ കൊടി വെറ്റിലയല്ല കൊടിയുടെ ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, അതായത് കുരുമുളകിൻ്റെ ഇല കൂടി ചേർത്തിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മീൻ നല്ല ഉളുമ്പൊക്കെ മാറിയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പം അന്നേരമാണ് നമ്മൾ കുറച്ചും കൂടെ മീനൊക്കെ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റേ. ഇനി നമുക്ക് മസാലക്കൂട്ടിനായിട്ട് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും അതുപോലെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കൈയോളം കൊച്ചുള്ളി കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ശകലം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളേ. ഇനി ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതായത് പീര പോലെയൊന്നും നിൽക്കാൻ പാടില്ല. നല്ലതായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സി ജാറിലോട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ശകലം ഒരു സ്വല്പം നാരങ്ങാനീര്, ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി വെള്ളം പാടെ ചേർത്ത് കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് ഈ കാണുന്ന പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വെട്ടി വൃത്തിയാക്കിയ മീൻ നമ്മൾ എടുത്തിട്ട് അതിലേക്കൊന്ന് നമ്മൾ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് മീനിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കങ്ങ് തേച്ച് കൊടുക്കണം. അപ്പം മസാലക്കൂട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു കുറച്ച് നേരം പുറത്താണെങ്കിലും ഇനി ഫ്രിഡ്ജിനകത്താണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഫ്രിഡ്ജിലാണ് വെക്കുന്നെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് എണ്ണയിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കില്ല. മാത്രമല്ല നമ്മുടെ മീനിൻ്റെ ആ വരഞ്ഞ ഭാഗത്തേക്കും ഉള്ളിലേക്കൊക്കെ നല്ലതായിട്ട് മസാലക്കൂട്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലും. അപ്പം കുറച്ചും കൂടെ മസാല നന്നായിട്ട് ആ ഫിഷിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പുറത്ത് മാത്രം ആ പിടിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതേ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീൻ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് വറുത്തങ്ങ് എടുക്കാം. ഒരുപാടിട്ട് മൂപ്പിക്കണമെന്നില്ല. ഒരു പാകത്തിന് നമുക്ക് വറുത്ത് കോരിയെടുത്താൽ മതി. അല്ലാതെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തവയിലും വെച്ചിട്ട് പൊള്ളിക്കുന്നത് കൊണ്ട് 2 വശം ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയി വന്നാൽ മതിയേ. പക്ഷെ ഞാനൊരു ശകലം ഇത്തിരി കൂടുതൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴയില നമ്മൾ സെറ്റാക്കി എടുത്തു. അതുപോലെ മീൻ നമ്മുടെ ഫ്രൈ ആക്കിയ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക്. അപ്പോൾ ഇത് വഴറ്റുമ്പം കരിഞ്ഞു പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കോരി കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിക്കായ കൂടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പം എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിക്കാം. ഏകദേശം നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില അതിലോട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാവേ. അപ്പം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്രേവി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടിയുടെ പച്ചക്കുത്തൽ മാറുന്ന വരെ ഇനി നമ്മൾ മൂപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നേരെ താത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴയില നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. ആ വാഴയിലയിലോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലക്കൂട്ട് നമുക്കങ്ങ് തേച്ച് കൊടുക്കാം. അപ്പം ആദ്യം ഒരു ഉണ്ടാക്കിയതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത നമ്മുടെ സിലോപ്പി എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ബാലൻസ് വന്നേക്കുന്ന ഗ്രേവി കംപ്ലീറ്റും എടുത്തിട്ട് നമുക്ക് മീനിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഞാനൊരു 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പൊള്ളിക്കുമ്പോഴത്തേനും അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ
ഡയറക്റ്റ് അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പം ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് കിഴി കെട്ടിയെടുക്കണം. അപ്പോൾ ഇത്തിരി വാഴനാര് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ തുറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വാഴനാര് വെച്ചിട്ട് കെട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല നമ്മുടെ ഫിഷ് പൊള്ളിച്ചത്. ഇത്തിരി സമയം മെനക്കെടുന്ന പരിപാടി തന്നെയാണ്. പക്ഷെ മെനക്കെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുവേ. അപ്പം നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഞാൻ തളിച്ച് കൊടുത്തു. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിഴി കെട്ടിയ ഫിഷ് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അപ്പുറവും ഇപ്പുറം തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ഇച്ചിരി സമയം മെനക്കെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വെച്ച് നോക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുറേ കൂടെ ടേസ്റ്റിൽ നല്ല ഹോംലി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലും മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമുക്ക് ടൈം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കും. കാരണം ആ വാഴയിലയുടെയും അതുപോലെ തന്നെ ആ ഒരു കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും പൊള്ളിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയല്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഒന്നിൻ്റെയും കൂടെയല്ല, വെറുതെ കഴിക്കാനാണെങ്കിൽ അതിനും അടിപൊളിയാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് കഴിച്ച് നോക്കി. അത് ഭയങ്കര ടേസ്റ്റാണ്. കൂടാതെ അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അപ്പം മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ മീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കുന്നതിൽ ഇത്തിരി സമയം എടുക്കുമെങ്കിലും നമുക്ക് ആ സമയം എടുത്ത് ഉണ്ടാക്കുന്നതിൻ്റെതായ ഒരു റിസൾട്ട് നല്ല പക്കയായിട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഷടേന്ന് തന്നെ ഒട്ടും സമയം കളയണ്ട, എല്ലാവരും ഒരു സിലോപ്പി വാങ്ങിച്ചോളുക. ഇതുപോലെ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് കോട്ടയം സ്റ്റൈലിൽ മീനൊന്ന് പൊള്ളിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ബായ്.